ഖത്തർ എന്ന ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം വലിയ പങ്കാളിത്തമാണ് വഹിക്കുന്നത്. ദോഹ കോർണിഷിൽ രാവിലെ 9-ന് പരേഡ് ആരംഭിച്ചു. ഇത് കാണാനായി പുലർച്ചെ 5 മുതൽ തന്നെ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകിയിരുന്നു. ദോഹ മെട്രോ സ്റ്റേഷനുകളായ സുഖ് വാഖിഫ്, അൽബിദ, കോർണിഷ് എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. MES ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച 12,000 ചതുരശ്ര അടി വലുപ്പമുള്ള മനുഷ്യ പതാക ഈ വർഷത്തെ ആഘോഷങ്ങളിലെ പ്രധാന ആകർഷണമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തിനിടെ ചരിത്രപരമായ വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള 98% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിയില്ലാതെ പ്രവേശിക്കാം. ഇത് തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, വാഹനങ്ങൾ എന്നിവയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കും. മസ്കറ്റ് റോയൽ വിമാനത്താവളത്തിൽ ഒമാൻ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് നേരിട്ടെത്തിയാണ് മോദിയെ സ്വീകരിച്ചത്. UAE സ്കൂൾ പ്രവേശന പ്രായപരിധിയിൽ ഇളവ്. രക്ഷിതാക്കളുടെ ദീർഘകാലമായുള്ള ആവശ്യപ്രകാരമാണ് പ്രായപരിധി കണക്കാക്കുന്ന തീയതിയിൽ മാറ്റം വരുത്തിയത്. 2026-27 അധ്യയന വർഷം മുതൽ പ്രവേശന വർഷം ഡിസംബർ 31-നകം പ്രായം തികയുന്ന കുട്ടികൾക്ക് പ്രവേശനം നൽകും. മുൻപ് ഇത് ഓഗസ്റ്റ് 31 ആയിരുന്നു. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് 1 വർഷം നഷ്ടപ്പെടുന്നത് ഇതുവഴി ഒഴിവാകും. KG-യിൽ പ്രവേശിക്കാൻ 3 വയസ്സും ഗ്രേഡ് 1-ന് 6 വയസ്സുമാണ് വേണ്ടത്. ലോജിസ്റ്റിക്സ് മേഖലയിൽ വലിയ നിക്ഷേപം ലക്ഷ്യമിട്ട് സൗദി 4 വിമാനത്താവളങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നു. അബഹ, തായിഖ്, ഖസീം, ഹായിൽ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പാണ് സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് നൽകുന്നത്. ഇതിലൂടെ സേവന നിലവാരം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അബഹ വിമാനത്താവളത്തിനായുള്ള കൺസോർഷ്യത്തെ 3 മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. വിമാനാപകടത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന സൗദി എയർലൈൻസ് സർവീസ് ജനുവരി മുതൽ കോഴിക്കോട്ടേക്ക് പുനരാരംഭിക്കുമെന്നും സൂചനയുണ്ട്. UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 2026-ലെ ഹജ്ജ് സീസണിന് മുന്നോടിയായി ഗതാഗത ചട്ടങ്ങൾ ലംഘിക്കുന്ന വ്യക്തികൾക്കും കമ്പനികൾക്കും 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്താൻ റോയൽ കമ്മീഷൻ തീരുമാനിച്ചു. അനധികൃതമായി തീർത്ഥാടകരെ എത്തിക്കുന്നവർക്ക് 3 വർഷം വരെ നിരോധനവും നേരിടേണ്ടി വരും. ഇന്നത്തെ ഗൾഫ് വാർത്തകളിൽ ഏറ്റവും പ്രധാനം ഖത്തറിലെ ആഘോഷങ്ങളും ഇന്ത്യ-ഒമാൻ വ്യാപാര കരാറുമാണ്. UAE-യിലെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം പ്രവാസി മലയാളികൾക്ക് വലിയ ആശ്വാസമാകും. സൗദിയിലെ വിമാനത്താവള നവീകരണവും ഗതാഗത ചട്ടങ്ങളിലെ കർശന നിർദ്ദേശങ്ങളും പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.